അയൽരാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഭാരതീയ റെയിൽവേ വീണ്ടും അതിർത്തി കടക്കുകയാണ്. ഭാരതത്തിനും നേപ്പാളിനും ഇടയിലുള്ള ചരക്ക് നീക്കത്തിൽ ചരിത്ര മുന്നേറ്റവുമായി ആദ്യ ഇന്ത്യൻ ട്രെയിൻ നേപ്പാളിലെ ബിരട്നഗർ കസ്റ്റംസ് യാർഡിലെത്തി. അതിർത്തിയിലെ കാലതാമസം ഒഴിവാക്കപ്പെടുന്നതിനാൽ വ്യാപാര ചെലവ് ഗണ്യമായി കുറയുമെന്നതും നേട്ടമാണ്. ഭാരതവും നേപ്പാളും തമ്മിലുള്ള വ്യാപാര മേഖലയിലും പുതിയൊരു വിപ്ലവം. കൊൽക്കത്തയിൽ നിന്നുള്ള ആദ്യ പ്രതിദിന ചരക്ക് തീവണ്ടി നേപ്പാളിലെ ബിരട്നഗർ കസ്റ്റംസ് യാർഡിൽ വിജയകരമായി എത്തിച്ചേർന്നു. 40 വാഗണുകളിലായി കനോല ധാന്യങ്ങളുമായി എത്തിയ തീവണ്ടി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി കടന്നുള്ള വ്യാപാര ശൃംഖലയിൽ പുതിയ ചരിത്രമാണ് സൃഷ്ടിക്കുന്നത്. കൊൽക്കത്ത പോർട്ടിൽ നിന്നും പുറപ്പെട്ട ഈ ട്രെയിൻ ഭാരതീയ അതിർത്തിയിലെ ജോബനി കസ്റ്റംസ് യാർഡ് വഴിയാണ് ബിരട്നഗറിലേക്ക് പ്രവേശിച്ചത്. നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ റെയിൽവേയുടെയും കൊൽക്കത്തയിലെ നേപ്പാൾ കോൺസുലേറ്റിന്റെയും പങ്കാളിത്തത്തോടെ കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഭാരത് ലിമിറ്റഡാണ് ഈ ചരിത്രയാത്ര യാഥാർത്ഥ്യമാക്കിയത്. ഇരു രാജ്യങ്ങളും തമ്മിൽ നിലവിലുള്ള ട്രാൻസിറ്റ് ഉടമ്പടിയിൽ വരുത്തിയ നിർണായക ഭേദഗതികളെ തുടർന്നാണ് ഈ പാത പൂർണ്ണമായും വാണിജ്യ അടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിച്ചത്. മുൻപ് നേപ്പാളിലെ ബിർഗഞ്ചിലേക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്ന ചരക്ക് തീവണ്ടി ഗതാഗതമാണ് ഇപ്പോൾ ബിരട്നഗറിലേക്കും വിപുലീകരിച്ചത്. 2023 ജൂണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പകമൽ ദഹൽ പ്രചണ്ഡയും ചേർന്ന് ഉദ്ഘാടനം ചെയ്ത ജോബനി ബിരട്നഗർ ബ്രോഡ് ഗേജ് പാതയിലൂടെയാണ് ഈ സർവീസ് സാധ്യമായത്. ഉൽപാദന വിതരണ ചെലവിൽ 20 മുതൽ 30% വരെ വലിയ ലാഭം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. കൊൽക്കത്ത, വിശാഖപട്ടണം തുറമുഖങ്ങളിൽ നിന്ന് ഇനി നേരിട്ട് ചരക്കുകൾ ബിരട്നഗറിലെത്തിക്കാം. ന്യൂസ് ഡെസ്ക് ജനം.